ഇത്രയും അനന്തനും ഓഫീസിലേക്കും കോളേജിലേക്കും പോകാൻ റെഡിയായി നിൽക്കുകയാണ്. രണ്ടാൾക്കും പോകാൻ സമയമായില്ല. ഇനിയും അരമണിക്കൂറുണ്ട്. എല്ലാം എടുത്തു വെച്ച് സമയമായപ്പോൾ ഇറങ്ങാൻ പോകുമ്പോഴായിരുന്നു ഫ്ലാറ്റിൻ്റെ കോളിംഗ് ബെൽ ശബ്ദം കേട്ടത്. ഈ സമയം ആരാ? പോകാൻ റെഡിയായി നിന്ന അനന്തൻ്റെ മുഖം ചുളിഞ്ഞുകൊണ്ട് പോയി വാതിൽ തുറന്നു. എന്നാൽ കൺമുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അനന്തൻ ഒന്നും ഞെട്ടാതിരുന്നില്ല. മോനെ. നിറഞ്ഞ സന്തോഷത്തോടെ ജലജ വിളിച്ചതും അപ്പോഴായിരുന്നു അനന്തൻ ജലജയുടെ അടുത്ത് നിൽക്കുന്ന വംശിയിൽ നിന്നും നോട്ടം മാറ്റിയത്. അതേസമയം മിത്രയും വാതിലിനരികിലേക്ക് വന്നു. ഒരു വേള വംശിയെയും ജലജയെയും കണ്ടതും മിത്രയും ഒന്ന് അതിശയിക്കാതിരുന്നില്ല. അതുമാത്രമല്ല, നീട്ടി വളർത്തിയ മുടിയിഴകളും താടിയും മീശയും ഒക്കെ ഒതുക്കി വെട്ടി പഴയ വംശിയായി നിൽക്കുന്നവനെ കണ്ടതാണ് അവളെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കിയത്. ഒപ്പം അവളുടെ മനസ്സിലേക്ക് ഇന്നലെ വിഘ്നേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ അവൾക്കുറപ്പായിരുന്നു അമ്മയുടെയും മകൻ്റെയും വരവ് വെറുതെ അല്ലെന്ന്. വംശി എല്ലാം മനസ്സിലാക്കിയാണ് ഈ തിരിച്ചുവരവെന്ന്. യശോദ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നതും സ്ഥിരം പല്ലവി തന്നെ തുടർന്നു. കല്യാണിയോട് ലൈബ്രറിയിൽ പോയി പുസ്തകമെടുത്തു വരാൻ പറഞ്ഞു. എന്നത്തെയും പോലെ ഇന്നും മടിയായിരുന്നില്ല പെണ്ണിന്, ആവേശമായിരുന്നു. വേഗം തൻ്റെ ചെയറിൽ നിന്നും എഴുന്നേറ്റ് അവൾ ലൈബ്രറിയിലേക്ക് നടന്നു. തൻ്റെ സാറിനെ കാണാനുള്ള മോഹത്തോടെ, ആ വ്യക്തിയോട് തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം പറയാനുള്ള ആഗ്രഹത്തോടെ. ആ താനോ? ഒരാഴ്ചക്കാലം തന്നെയൊക്കെ മിസ് ചെയ്തു കേട്ടോ, കണ്ണൻ മാഷ് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞതും കല്യാണി അദ്ദേഹത്തിനും പുഞ്ചിരി കൈമാറി ലൈബ്രറിയുടെ അകത്തേക്ക് കയറി വന്നു. കൃഷ്ണഗാഥ വേണം മാഷേ. കല്യാണി ഒന്ന് നോക്കിക്കൊണ്ട് പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നിടത്തേക്ക് കണ്ണൻ മാഷ് നോക്കി വിളിച്ചു. അതേസമയം കല്യാണിയുടെ നോട്ടവും അവിടേക്കെത്തി. പുസ്തക റാക്കുകളുടെ ഇടയിൽ നിന്നും വരുന്ന തൻ്റെ സാറിനെ കണ്ടതും കല്യാണിയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത് ആ വ്യക്തി തന്നെ കൺമുന്നിൽ. മാഷേ, ഈ കുട്ടിയെ കൃഷ്ണഗാഥ വേണം. ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. മാഷ് ആ പുസ്തകം എടുത്തു കൊടുക്കുക. വിഘ്നേഷിനോട് പറഞ്ഞുകൊണ്ട് കണ്ണൻ മാഷ് അവരെ നോക്കി കണ്ണു ചിമ്മി വേഗം ലൈബ്രറിയിൽ നിന്നും പോയി. ഒരു തരത്തിൽ പറഞ്ഞ് രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ അദ്ദേഹം വഴിമാറിക്കൊടുത്തു. കൃഷ്ണഗാഥയല്ലേ? വാ. പഴയതുപോലെ തീർത്തും ഗൗരവത്തോടെയുള്ള വിഘ്നേഷിൻ്റെ ശബ്ദം. ഒരു വേള ശബ്ദത്തിലെ കടുപ്പ പറഞ്ഞതും അത്രയും നേരം തിളങ്ങിയിരുന്ന കണ്ണുകളിൽ വിഷാദം കടന്നുകൂടി. കൃഷ്ണഗാഥ. ഇതാ. റാക്കുകളിൽ തിരഞ്ഞു പിടിച്ച് കൃഷ്ണഗാഥ തിരഞ്ഞെടുത്ത് കല്യാണിക്ക് നേരെ നീട്ടി വിഘ്നേഷ്. അവൾ പുസ്തകം വാങ്ങിക്കുന്നതിനോടൊപ്പം വിഘ്നേഷിനെ ഒന്ന് നോക്കി. ആ മുഖത്ത് ഇപ്പോഴും ഗൗരവം തന്നെ. വരുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ അവൻ്റെ തെളിച്ചമില്ലാത്ത മുഖം കണ്ടതും പെണ്ണിൽ നിന്നും താനെ മറഞ്ഞുപോയി. തനിക്ക് നേരെ നീട്ടിയ പുസ്തകവും വാങ്ങിച്ച് അവൾ തിരിഞ്ഞു നടന്നതും അതേസമയം തന്നെ അവളുടെ കൈകളിൽ വിഘ്നേഷിൻ്റെ പിടുത്തം വീണിരുന്നു. പ്രതീക്ഷിക്കാതെ അവനിൽ നിന്നും അങ്ങനെ സംഭവിച്ചതും അവൾ തിരിഞ്ഞ് വിഘ്നേഷിനെ നോക്കി. എന്നോട് ഒന്നും പറയാനില്ലേ? ഇപ്പോൾ ഗൗരവമല്ല, അവൻ്റെ കണ്ണുകളിൽ പ്രണയമാണ്. എന്താ എൻ്റെ കല്യാണക്കുട്ടി ഇങ്ങനെ നോക്കുന്നത്? തന്നിലേക്ക് മാത്രം നോട്ടം അർപ്പിച്ചു നിൽക്കുന്നവളുടെ കവിളിൽ മെല്ലെ ഒന്ന് തൊട്ടുകൊണ്ട് വിഘ്നേഷ് ചോദിച്ചു. ഞാൻ അത് പിന്നെ എന്തിനാ ഗൗരവം കാട്ടിയത്? ഒരു പിഞ്ചു കുഞ്ഞിനെന്ന പോലെ അവൾ അവനോട് പരിഭവം കാണിച്ചു. ഗൗരവം കാണിക്കാനും ദേഷ്യം കാണിക്കാനും എനിക്ക് നീയല്ലേ ഉള്ളൂ എൻ്റെ കല്യാണക്കുട്ടി. വീണ്ടും അവളുടെ കവിളിൽ ഒന്ന് തൊട്ടു അവൻ. കല്യാണിക്കുട്ടിയോ? അവൾ നെറ്റി ചുളിച്ച് ചെറുപുഞ്ചിരിയോടെ അവനെ കൂർപ്പിച്ചു നോക്കി. എൻ്റെ അമ്മ പറയാ കല്യാണി മോളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. അമ്മ കുഞ്ഞിനെ പോലെ നിന്നെ നോക്കൂ അത്രേ. അപ്പോൾ പിന്നെ നീ എനിക്ക് കല്യാണിക്കുട്ടിയല്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഒരധികാരഭാവത്തോടെ തന്നെ അവൾ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ്റെ മുമ്പിൽ അവൾക്ക് പകർച്ചയില്ല, നേരെ മറിച്ച് സംസാരിക്കാനുള്ള കൊതിയാണ്. നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോന്ന്? ഞാൻ വരട്ടെ നിൻ്റെ ചേട്ടനോട് ചോദിക്കാൻ, ഏട്ടൻ്റെ കല്ലുവിനെ എനിക്ക് തരാൻ? യോ, ഇപ്പോഴെയോ? അത് വേണ്ട, കുറച്ച് കഴിയട്ടെ. പിന്നെ അവിടെ കേട്ടത് വിഘ്നേഷിൻ്റെ പൊട്ടിച്ചിരിയായിരുന്നു. കല്യാണിയാണെങ്കിൽ അവൻ ചിരിക്കുന്നതും നോക്കി അങ്ങനെ തന്നെ നിന്നു. ആദ്യമായിട്ടാണ് പെണ്ണ് അവൻ ഇങ്ങനെ ചിരിക്കുന്നതൊക്കെ കാണുന്നത്. എപ്പോഴും ഗൗരവത്തോടെയുള്ള മുഖമായി നടക്കുന്നവനാണ്. സംസാരിക്കുമ്പോഴും നോട്ടത്തിൽ പോലും അതേ ഗൗരവം തന്നെ. എന്തിനാ സാർ ചിരിക്കുന്നത്? ഹേയ് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കല്യാണിക്ക് എന്നെ ഇഷ്ടമാണ്? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചതും അവൾ വേഗം തല താഴ്ത്തി അബദ്ധം പറ്റിയതുപോലെ കണ്ണുകൾ ഇറുക്കി പൂട്ടി. ഞാൻ വിശ്വസിച്ചോട്ടെ എൻ്റേതാണെന്ന്? അവളുടെ താടിയിൽ പിടിച്ച് അവളുടെ മുഖമുയർത്തിക്കൊണ്ട് വിഘ്നേഷ് ചോദിച്ചതും കണ്ണുകളിൽ കണ്ണുനീർ അടിഞ്ഞുകൂടുന്ന കല്യാണിയെയാണ് കണ്ടത്. എന്തേ, ഞാൻ ചോദിച്ചത് ഇഷ്ടമായില്ലേ? അവളുടെ കണ്ണുനീർ കണ്ടതും
അത്രയും നേരം തമാശ കാണിച്ചിരുന്നവൻ്റെ മുഖം മാറി. എൻ്റെ എൻ്റെ കല്യാണം കഴിഞ്ഞതാ. അതെനിക്കറിയാലോ. എൻ്റേതും കഴിഞ്ഞതല്ലേ. വേറെ എന്താ? എന്തിനായി കണ്ണു നിറച്ചത്? എല്ലാ അർത്ഥത്തിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. തെറ്റി കല്യാണി. നീ ഒരിക്കലും വംശിക്ക് ഭാര്യയായിരുന്നില്ല. അവൻ നിന്നിൽ അടിച്ചമർത്തിയ ഒരു പട്ടമായിരുന്നു ഭാര്യ. പക്ഷെ ഞാൻ അദ്ദേഹം എന്നെ എങ്ങനെ പറയണമെന്ന് കല്യാണിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ശരീരം സ്വന്തമാക്കിയാൽ മാത്രം ഭർത്താവാകില്ലല്ലോ. ഞാൻ നിന്റെ മനസ്സിനെയാണ്, നിന്നെയാണ് കല്യാണി സ്നേഹിച്ചത്. നിന്റെ സ്വഭാവം, നിന്റെ രീതികൾ എല്ലാം എനിക്കിഷ്ടമാണ്. അവിടെ നിന്റെ ശരീരത്തിന് മാത്രം ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. കുളിച്ചു കഴിഞ്ഞാൽ ഒലിച്ചു പോകുന്ന അഴുക്കുകളെ നിന്റെ ശരീരത്തിൽ ഇപ്പോഴുള്ളൂ. അതൊന്നും എൻ്റെ കുട്ടി കാര്യമാക്കണ്ട. ഈ സാറിന് എൻ്റെ സ്റ്റുഡൻറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നും കൂടെ ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് നിന്നെ മാത്രമാണ് കല്യാണി. എൻ്റെ ഭാര്യയായി, എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി ഉണ്ടാവില്ലേ? പ്രണയത്തോടെ ചോദിക്കുന്നവനെ സന്തോഷത്തോടെ കണ്ണുനീരോടെ കല്യാണി നോക്കി നിന്നു. ഒപ്പം അവൻ്റെ കൈകളിലേക്കും അവൾ പിടുത്തമിട്ടു. എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുറപ്പിൽ. ഇവൻ്റെ ഭാഗം പറയാനോ ഇവനെ നല്ലതായി കാണിക്കാനോ വന്നതല്ല ഞാൻ. പക്ഷേ കല്യാണി മോളെ, അവളെ എനിക്ക് നീ തരണമെന്നെന്താ? ഒരുറപ്പ് ഞാൻ നിനക്ക് തരും. അവളെ ഒരിക്കലും ഞാനും എൻ്റെ മകനും വേദനിപ്പിക്കില്ല. ഇവൻ്റെ ഭാര്യയായി, എൻ്റെ മകളായി അവൾ എൻ്റെ വീട്ടിലേക്ക് വരണം. ജലജ അനന്തൻ്റെ കൈകളിൽ പിടിച്ചു പറയുമ്പോൾ അനന്തൻ്റെ കണ്ണുകൾ വംശിയിൽ മാത്രമായിരുന്നു. ഒരു വേള 3 വർഷങ്ങൾക്ക് മുമ്പുള്ള തൻ്റെ ആത്മമിത്രമായ വംശിയെ ഓർമ്മ വന്നു അനന്തന്. മുടിയും താടിയും ഒക്കെ ഒതുക്കി വെച്ചപ്പോൾ ആ പഴയ വംശിയാണ് തൻ്റെ മുന്നിലുള്ളതെന്ന് അനന്തനും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇനി അതെങ്ങനെയാണ്? കല്യാണിക്കും ഇഷ്ടമാകണ്ടേ? മിത്ര വേഗം ഇടയ്ക്ക് കയറി പറഞ്ഞു. ഒരിക്കലും കല്യാണി വംശിയെ അംഗീകരിക്കില്ല. പക്ഷേ അനന്തേട്ടൻ വാക്കു കൊടുത്താൽ, അനന്തേട്ടൻ പറഞ്ഞാൽ ചിലപ്പോൾ കല്യാണി അനുസരിച്ചേക്കും. അനന്തേട്ടൻ്റെ കണ്ണുകൾ വംശിയിൽ തന്നെ തറഞ്ഞു നിൽക്കുന്നത് മിത്ര കാണുന്നുണ്ട്. അതോടൊപ്പം വംശിയിലുള്ള മാറ്റവും അവളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അരുതാത്തത് നടക്കാൻ പോകുകയാണോ എന്ന ഭയവും മിത്രയിലുണ്ട്. കല്ലുവിനോട് ഞാൻ സംസാരിക്കാം. ഞാൻ ചെയ്ത തെറ്റിനൊക്കെ അവളോട് മാപ്പ് ചോദിക്കാം. എനിക്ക് കല്യാണിയെ വേണം എൻ്റെ ഭാര്യയായി. മിത്രയുടെ സംസാരവും തന്നിലേക്കുള്ള അവളുടെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ടതും വംശി ഉറച്ച വാക്കുകളോടെ പറഞ്ഞതും മിത്ര അവൻ പറഞ്ഞത് ഇഷ്ടമില്ലായ്മയോടെ കേട്ടുകൊണ്ട് അനന്തനെ നോക്കി. അനന്ത, നമ്മൾ ക്ഷേത്രത്തിൽ വെച്ച് വംശി കല്യാണിയുടെ കഴുത്തിൽ നിറഞ്ഞ മനസ്സാലെ താലി കെട്ടും. അല്ലെങ്കിലും അവർ ഭാര്യാഭർത്താവായി ജീവിച്ചവരല്ലേ. ചിലപ്പോൾ ഇതുവരെ നേരിട്ടതൊക്കെ പരീക്ഷണങ്ങളാകാം. ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്നുണ്ടാകും മോനെ. എന്തിനാ കുട്ടികളുടെ ജീവിതം നമ്മളെ നശിപ്പിക്കുന്നത്? നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ല അനന്ത. മൗനമായി തങ്ങൾ പറയുന്നത് മാത്രം കേട്ടിരിക്കുന്ന അനന്തനെ ജലജ നോക്കി. ഞാനിപ്പോൾ എന്ത് പറയാനാ? കല്ലു അനുഭവിച്ചതും വേദനിച്ചതും എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എൻ്റെ മോളോട് ഞാൻ എന്ത് പറയാനാ? നീ പറഞ്ഞാൽ കല്യാണി കേൾക്കൂ അനന്ത. നീ പറഞ്ഞാലേ അവൾ കേൾക്കൂ. ഞാൻ ഒന്നുകൂടി നിനക്ക് ഉറപ്പ് തരുന്നു, കല്യാണിയെ വേദനിപ്പിക്കില്ല. വംശി അവളെ ഭാര്യയായി സ്നേഹത്തോടെ സ്വീകരിക്കും. ഇത് ഈ ജലജയുടെ വാക്കാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എങ്ങനെയായാലും അനുഭവിക്കേണ്ടതൊക്കെയും കല്യാണി അനുഭവിച്ചില്ലേ. ഇവിടെ മറ്റാരുടെയല്ല, കല്യാണിയുടെ ഇഷ്ടമാണ് നോക്കേണ്ടത്. മിത്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, പ്രത്യേകിച്ച് ജലജയുടെ സംസാരം കേൾക്കുമ്പോൾ. ഒപ്പം അനന്തേട്ടൻ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ദേഷ്യം കൂടി വരുന്നു. തുറന്നു പറയുന്നതിന് പകരം വന്നവരുടെ വിസ്താരം കേൾക്കാനിരിക്കുന്ന ഭർത്താവിനെ അവൾ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. അനന്തൻ പറഞ്ഞാൽ കല്ലുമുൾ സമ്മതിക്കില്ലേ മിത്രയെ? ജലജയ്ക്കും മിത്രയുടെ സംസാരം അത്രയ്ക്കങ്ങ് പിടിക്കുന്നില്ല. കല്യാണിയെ തങ്ങളിൽ നിന്നും അകറ്റുവാനാണ് മിത്ര ശ്രമിക്കുന്നതെന്ന് മിത്രയുടെ വാക്കുകളിൽ നിന്നും ജലജയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും പറഞ്ഞത് കേട്ടിട്ടാണ് കല്ലു അത്രയും അനുഭവിച്ചത്. മിത്ര വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മിത്രയ്ക്കറിയാം കല്യാണിക്ക് വിഘ്നേഷിനെ ഇഷ്ടമാണെന്ന്. ഏട്ടൻ പറഞ്ഞാൽ വേണമെങ്കിൽ അവൾ ആ ഇഷ്ടം തന്നിൽ തന്നെ മൂടിവെച്ച് വീണ്ടും അഭിനയ കഥാപാത്രമായി ജീവിതത്തിൽ മുഴുനീളം ആടുമെന്നും. ഇനിയും കല്യാണിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് മിത്ര ഇപ്പോൾ ഇടപെടുന്നത്. മിത്രയ്ക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നോട്? വംശി തന്നെ മിത്രയെ ഉറ്റുനോക്കി ചോദിച്ചു. അങ്ങനെ ചോദിച്ചുണ്ട്. കല്ലുവിനെ അത്രമാത്രം നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട്. ഒരു ഭാര്യ എന്ന അവകാശത്തിൽ നിങ്ങൾ അവളുടെ മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും വേദനിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള നിങ്ങളുടെ കൂടെ അവളെ വീണ്ടും പറഞ്ഞയക്കാൻ എനിക്ക് സമ്മതമല്ല.
മറുത്തൊന്നും മിത്രയ്ക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. വംശി ചോദിച്ചതും അപ്പോൾ തന്നെ വ്യക്തമായ രീതിയിൽ മിത്ര മറുപടി നൽകി. മിത്ര ഈ കാര്യത്തിൽ ഇടപെടണമെന്നില്ല. അനന്തൻ്റെയും കല്ലുവിൻ്റെയും സമ്മതമാണ് ഇവിടെ പ്രധാനം. മിത്രയുടെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ ജലജ പറഞ്ഞതും മിത്ര ദേഷ്യത്തോടെ അനന്തനെ നോക്കിക്കൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയി വാതിൽ കൊട്ടിയടച്ചു. അനന്ത, നീ തന്നെയൊന്ന് ഓർത്തു നോക്ക്. ഒരുമിച്ച് ജീവിച്ചവരാണ് കല്ലുവും വംശിയും. ഇവൻ കല്ലുവിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നറിയാം. പക്ഷേ തെറ്റുകളൊക്കെയും തിരുത്തി വന്നിരിക്കുകയാണ് ഇവൻ, അതും കല്ലുവിനെ കൂടെ കൂട്ടാൻ. നീ തന്നെ ചിന്തിച്ചു നോക്ക്. ഭാര്യ ഭർത്താക്കന്മാർ ജീവിച്ചവരല്ലേ. എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുടെ പേരിൽ ആ ബന്ധം മുറിഞ്ഞു പോയെങ്കിലും ഒത്തുചേർക്കേണ്ടത് നമ്മളല്ലേ. കല്ലു വരട്ടെ, ഞാൻ മോളോട് സംസാരിക്കട്ടെ. അവളുടെ തീരുമാനം അറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അനന്തൻ മിത്ര കയറിപ്പോയ റൂമിലേക്ക് വാതിൽ തുറന്നു കയറി. ഓരോന്നിനും ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് നിനക്കൊന്ന് അന്വേഷിക്കാമായിരുന്നു അന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന്. ഇപ്പം എല്ലാം അറിഞ്ഞ് തിരികെ കല്ലുവിനെ വിളിച്ചാൽ അവൾ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അനന്തനും മിത്രയും പോയി കഴിഞ്ഞതും ജലജ വംശിക്ക് നേരെ തിരിഞ്ഞു. എന്നാൽ അമ്മയ്ക്കും മറുപടി ഉണ്ടായിരുന്നില്ല. വംശിയിൽ നിന്നും അവൻ തലയും താഴ്ത്തി അങ്ങനെ തന്നെ ഇരുന്നു. അനന്തേട്ടൻ എത്ര പറഞ്ഞാലും ശരി, ഈ വന്നിരിക്കുന്നവരുടെ ഉദ്ദേശം നടക്കില്ല. മിത്ര അതേ വാശിയിൽ തന്നെ. ഞാൻ പറയുന്നത് കേൾക്ക്. വംശിക്ക് ഒരുപാട് മാറ്റമുണ്ട്. അവൻ കല്ലുവിനെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കിപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് വിശ്വാസമുണ്ട്. അവർ വിവാഹം ചെയ്തവരല്ലേ, ഒന്നിച്ച് ജീവിച്ചവരല്ലേ. അനന്തേട്ടൻ ഇത്ര പെട്ടെന്ന് എല്ലാം മറന്നോ? ശരി, വന്നവരെ ഞാൻ മുഷിപ്പിക്കില്ല, അവരെ സൽക്കരിക്കുകയും ചെയ്യാം. പക്ഷെ ഒരു കാര്യം, കല്യാണി അനന്തേട്ടൻ അവരുടെ കൂടെ പോകാൻ ഫോഴ്സ് ചെയ്യരുത്. അവരുടെ മുന്നിൽ വെച്ച് കല്യാണിയുടെ ഒരു നിർബന്ധവും കാണിക്കരുത്. ആ ഒരു ഉറപ്പ് അനന്തേട്ടന് തരാൻ കഴിയുമോ? വംശിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് മിത്ര. നമ്മളത് കണ്ടില്ലെന്നടിക്കുന്നത് ശരിയാണോ? എൻ്റെ അനന്തേട്ടാ, വംശി മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ. കല്ലുവിൻ്റെ ജീവിതമാണ്, അവളുടെ ജീവിതം അവൾ തീരുമാനിക്കട്ടെ. ഈ സെൻറ്റിമെൻസും കൊണ്ട് അനന്തേട്ടൻ അവളുടെ അരികിലേക്ക് പോകാതിരുന്നാൽ മതി. മിത്ര പറഞ്ഞതിന് അനന്തനൊന്ന് മൂളി. അനന്തനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് വാതിലും തുറന്ന് മിത്ര പുറത്തേക്ക് വന്നു. വീട്ടിലേക്ക് കയറി വന്നവരെ സൽക്കരിക്കാതെ വിടുന്നത് തെറ്റാണല്ലോ. അതുകൊണ്ട് മാത്രം മിത്ര അവർക്ക് വേണ്ട എല്ലാ പരിഗണനയും നൽകി. എൻ്റെ കല്യാണിക്കുട്ടി എന്ത് തീരുമാനിച്ചു? എൻ്റെ ഏട്ടത്തിയായി വരാൻ തീരുമാനിച്ചോ? ചെറു നാണത്തോടെ കല്യാണി മൂളി. അയ്യടാ, പെണ്ണിൻ്റെ നാണം കണ്ടില്ലേ? ഫ്ലാറ്റിലേക്ക് പോകാൻ നോക്ക്, അല്ലെങ്കിൽ നിൻ്റെ ഏട്ടൻ അന്വേഷിച്ച് വരും. ഞാൻ വേഗം വീട്ടിൽ പോയിട്ട് അമ്മയോട് വിശേഷം പറയട്ടെ. അയ്യോ, ഇപ്പം വേണ്ട. വരണ സന്തോഷത്തോടെ പറഞ്ഞതും അപ്പോൾ തന്നെ കണ്ണും മിഴിച്ചുകൊണ്ട് കല്യാണി പറഞ്ഞു, പിന്നെ പറയാതെ, എൻ്റെ അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അറിയോ, നീ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അമ്മ ആകെ സങ്കടത്തിലാണ്. ഞങ്ങൾ വീട് വിട്ട് പോലും അമ്മയിൽ ഇത്ര സങ്കടം ഉണ്ടാവില്ല. സന്തോഷമുള്ള ഈ വാർത്ത ചൂടോടെ അമ്മയെ കേൾപ്പിക്കണം എനിക്ക്. സൗദാമിനിയമ്മയ്ക്ക് വിളക്കൊക്കെ ഒരുക്കി വെക്കാലോ. കൊഞ്ചലോടെ കല്യാണിയുടെ കവിളിൽ തൊട്ടുകൊണ്ട് വരുണ പറഞ്ഞതും കല്യാണിയിൽ നാണം പൂത്തുലഞ്ഞു. വരുണയും കല്യാണിയും രണ്ട് ദിശയിലേക്കും തിരിഞ്ഞു. റോഡും മുറിച്ചു കിടന്ന് കല്യാണി നേരെ ഫ്ലാറ്റിലേക്ക് വന്നു. ഫ്ലാറ്റിൻ്റെ അരികിൽ എത്തുന്നതുവരെ അവളുടെ മനസ്സിൽ വിഘ്നേഷിൻ്റെ മുഖം മാത്രമായിരുന്നു. ഒപ്പം മിത്രയോട് തൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനും അവൾക്ക് അതിയായി ആഗ്രഹം തോന്നി. ഫ്ലാറ്റിൻ്റെ കോളിംഗ് ബെൽ അടിക്കുമ്പോഴും തൻ്റെ സന്തോഷം മിത്രയുമായി പങ്കുവയ്ക്കാൻ തുടി കൊട്ടുകയായിരുന്നു കല്യാണിയുടെ മനസ്സ്. വാതിൽ തുറന്നതും അരികിൽ നിൽക്കുന്ന മിത്രയെ ആഞ്ഞു പുണർന്നു കല്യാണി. മിത്രേച്ചി പറഞ്ഞതാ ശരി സാറ്. പുണർന്നുകൊണ്ട് തന്നെ മിത്രയുമായി ഒന്ന് തിരിഞ്ഞതും തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും ഒന്നുരിയാടാൻ പോലും കല്യാണിക്ക് കഴിഞ്ഞില്ല. കൺമുന്നിൽ നിൽക്കുന്നവൻ അത് അവൾക്കൊരു പേടി സ്വപ്നം തന്നെയാണ് ഇപ്പോഴും. മിത്രയെ മുറുകെ പിടിച്ചു കല്യാണി. മോള് വാ. തന്നിൽ നിന്നും കല്യാണിയെ അടർത്തി മാറ്റി കല്യാണിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് മിത്ര മുന്നോട്ട് വന്നു. അപ്പോഴും പേടിയോടെ കല്യാണി തന്നെ മാത്രം നോക്കി നിൽക്കുന്ന വംശിയെ നോക്കുകയായിരുന്നു. വംശിയെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് മിത്ര കല്യാണിയെയും കൊണ്ട് മിത്രയുടെ റൂമിലേക്ക് പോയി. അനന്തം സംബന്ധിച്ചാലും മിത്ര നിൻ്റെ കൂടെ കല്യാണിയെ പറഞ്ഞുവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണിയെയും കൊണ്ട് മിത്ര റൂമിലേക്ക് പോയി കഥ കടച്ചതും ജലജ വംശിയുടെ അരികിലേക്ക് വന്നു പറഞ്ഞു. അനന്തൻ പുറത്തു പോയിരിക്കുകയാണ്. ആ സമയമായിരുന്നു കല്യാണിയുടെ വരവും. മിത്രയുടെ സമ്മതം എനിക്ക് വേണ്ട. അനന്തൻ സമ്മതിച്ചാൽ ഉറപ്പായി ഞാൻ കല്യാണിയെ കൊണ്ടുപോകും. അവൾ എൻ്റേതാ, എനിക്ക് വേണം. വല്ലാത്ത ഉറപ്പോടെ വംശി പറഞ്ഞതും ജലജയുടെ മനസ്സിലും അതുതന്നെയായിരുന്നു. ആ സമയം മകൻ്റെ ഭാര്യയായി കല്യാണിയെ വേണമെന്ന് മാത്രമേ ജലജയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനു മുൻപ് മകൻ്റെ കൈകളാൽ ആ പെണ്ണ് വേദനിച്ചതൊന്നും ജലജയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. എവിടെയും എല്ലാവർക്കും സ്വാർത്ഥത മാത്രം.
മിത്രേച്ചി, വംശേട്ടൻ എന്തിനാ വന്നേ? ജലജമ്മയുണ്ടല്ലോ. പെണ്ണിൻ്റെ വാക്കുകൾ ഇടർച്ചയിലെത്തി. അതിനെന്നോണം അവളുടെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട്. സന്തോഷം തുടികൊണ്ടിരുന്ന മനസ്സിൽ ഇപ്പോൾ കാർമേഘം വന്ന് മൂടിക്കിടക്കുകയാണ്. നിന്നെ കൊണ്ടുപോകാൻ. മിത്രേച്ചി. അവളുടെ കണ്ണുകളിൽ നിന്നും ധാരിയായി കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഒപ്പം മിത്രയും കല്യാണിയെ വേദനയോടെ നോക്കി. ഞാൻ പറഞ്ഞത് സത്യമാണ് മോളെ. വംശിക്ക് നിന്നെ ഭാര്യയായി വേണമെന്ന്. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അമ്മയും അങ്ങനെ വന്നിരിക്കുകയാണ്. പഴയ ജലജാമയല്ല വന്നിരിക്കുന്നത്. മകനു വേണ്ടി വാദിക്കുന്ന ജലജാമയാണ് ഇപ്പോൾ ഹാളിലുള്ളത്. ഞാനുമായി ചെറിയ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ നിന്റെ ഏട്ടൻ ഇത്രയൊക്കെ നിന്നെ അവർ ചെയ്തിട്ടും ഒന്നും മിണ്ടാതെ അവനു വേണ്ടി വാദിക്കുകയാണ്. അവൻ്റെ കൂടെ നിന്നെ പറഞ്ഞു വെച്ചുകൂടെ എന്ന് പോലും നിന്റെ ഏട്ടൻ എന്നോട് ചോദിച്ചു. എന്തൊക്കെയാ പറയുന്നത്? ഏട്ടൻ വംശിയുടെ പക്ഷം ചേർന്നുവെന്നോ? കല്യാണിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ ഏട്ടൻ്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക്. ഇവിടെ വംശിയുടെയും ജലജാമയുടെയും കണ്ണുനീർ കണ്ടപ്പോൾ നിന്റെ ഏട്ടൻ അരിഞ്ഞു. അതുവരെ നിന്നോട് ചെയ്തതെല്ലാം അനന്തേട്ടൻ മറന്നു. നിന്നെ വംശിയുടെ കൂടെ അയക്കാൻ അനന്തേട്ടൻ ആഗ്രഹമുണ്ട്. അവൻ തെറ്റേറ്റു പറഞ്ഞില്ലേ എന്നാണ് അനന്തേട്ടൻ പറയുന്നത്. നീ വരാൻ കാത്തിരിക്കുകയാണ് നിന്റെ അഭിപ്രായത്തിന് വേണ്ടി. ഞാൻ എങ്ങനെയാ? ഒരു വേള അവൾക്ക് തൻ്റെ സാറിൻ്റെ മുഖമായിരുന്നു മനസ്സിലേക്ക് കടന്നു വന്നത്. ആദ്യമായി ഒരാളോട് ഇഷ്ടം തോന്നിയ നിമിഷം, ഇഷ്ടം പരസ്പരം പങ്കുവച്ച നിമിഷം. ആ നിമിഷത്തെ സന്തോഷിക്കുന്നതിന് പകരം തൻ്റെ മനസ്സിപ്പോൾ കീറി മുറിയുന്നു. ഒരിക്കൽ എല്ലാവരുടെയും വാക്ക് കേട്ട് ഞാൻ അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്തതാണ്. റേപ്പ് ചെയ്യുന്നതിനേക്കാൾ ദുസ്സഹമായിരുന്നു വംശിയേട്ടൻ എൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ചത്. ലഹരി കൂടുമ്പോൾ ഉപദ്രവം കൂടും. വേദനിച്ച് അലറിയപ്പോലും വേദന കൂട്ടുകയല്ലാതെ ഒന്ന് അയക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ഓരോ രാത്രിയിലും പേടിച്ചായിരുന്നു ഒന്ന് കണ്ണടയ്ക്ക് പോലും ഉണ്ടായിരുന്നത്. മിത്രേച്ചിക്കറിയോ, അയാളുടെ ക്രൂര പ്രവൃത്തിയാൽ ഒരു രാത്രിയിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. വേദന കൊണ്ട് അലറിയപ്പോൾ പോലും അയാളുടെ ഭാഗത്തു നിന്നും ഒരു സഹായമോ കുറ്റബോധത്തോടെയുള്ള നോട്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയില്ല. അന്ന് ഈ കല്യാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം ഏറ്റുവാങ്ങാൻ, വേദന കടിച്ചു പിടിക്കാൻ. എന്തിന് എൻ്റെ ഏട്ടൻ പോലും വന്നില്ല. എന്നിൽ അടിച്ചമർത്തപ്പെട്ട വിധിയെ സ്വയം പഴിച്ചുകൊണ്ട് ഞാൻ ആ വീടിനുള്ളിൽ കഴിയുമ്പോൾ തനിക്ക് ഈ വിധി പകർത്തി തന്ന ഒരാളും എൻ്റെ അടുത്തേക്ക് വന്നിരുന്നില്ല. പറഞ്ഞു കഴിയുമ്പോൾ ആ പെണ്ണ് ആർത്ത് കരഞ്ഞിരുന്നു. അത്രമാത്രം അവൾ അനുഭവിച്ചു. കല്ലുമോളെ, മിത്രയും കരയുകയാണ്. ഇല്ല മിത്രേച്ചി, ഇനിയും കല്യാണി തോറ്റു കൊടുക്കില്ല. ഉറച്ചൊരു തീരുമാനത്തോടെ പറയുന്നതിനോടൊപ്പം തൻ്റെ കണ്ണുകൾ അവൾ അമർത്തി തുടച്ചു. എനിക്ക് ജീവിക്കണം. എനിക്കിഷ്ടമുള്ള ആളോടൊപ്പം എനിക്ക് ജീവിക്കണം മിത്രേച്ചി. എനിക്ക് സാറിൻ്റെ കൂടെ ജീവിക്കണം. സാറിനും എന്നെ ഇഷ്ടമാണ്. എനിക്ക് അദ്ദേഹത്തെ വേണം. എനിക്ക് പഠിക്കണം. എനിക്ക് ആ നാട്ടിൽ ഇനി പോകണ്ട. എന്നെ വേദനിപ്പിച്ച നാടാണ്. ആരുടെ മുന്നിലായാലും ഈ കല്യാണി തുറന്നു പറയും. കല്യാണിയെ നോക്കി ചെറുപുഞ്ചിരിയോടെ മിത്ര നിന്നതേ ഉള്ളൂ. ഈ കല്യാണിയെയാണ് എനിക്ക് വേണ്ടത് എന്ന മട്ടിൽ ആരോടും പൊരുതാൻ അവളുടെ മനസ്സിപ്പോൾ പ്രാപ്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. ഹാളിൽ എല്ലാവരും ഇരിപ്പുണ്ട്. ഒരു വശത്ത് ജലജയും വംശിയും, മറുവശത്ത് അനന്തനും ഇരിപ്പുണ്ട്. കല്യാണിയും മിത്രയും കുറച്ചകലെയുള്ള സോഫയിലാണ് ഇരിപ്പുള്ളത്. കല്യാണി വന്നല്ലോ അനന്ത, ഇനി എന്താ നിന്റെ തീരുമാനം? ജലജയായിരുന്നു സംസാരത്തിന് തുടക്കമിട്ടത്.